വെൽക്കം ടു സോണിയാസ് കിച്ചൺ. ഞാനിപ്പോൾ ഇവിടെ പാലപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് പാലപ്പം. അപ്പോൾ നമ്മൾ ഈ പാലപ്പം കടയിൽ നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ അത് കാണാൻ നല്ലതായിരിക്കും പാലപ്പം ഉണ്ടാക്കുന്നത്, പക്ഷെ അത് കഴിക്കുമ്പം അതിന് ആ ഒരു ടേസ്റ്റൊന്നും ഉണ്ടാകത്തില്ല. പെട്ടെന്ന് തന്നെ വീടുകളിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ് ഈ പാലപ്പം. പാലപ്പം ഉണ്ടാക്കാനായിട്ട് പച്ചരി ഞാൻ 4 മണിക്കൂർ നേരം കുതിർന്നതിന് ശേഷം കഴുകി വാരി വെച്ചിരിക്കുന്നതാണിത്. അത് ഈ ബൗളിൻ്റെ വലിപ്പത്തിൽ 2 ബൗൾ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് 1 ബൗൾ തേങ്ങ. അതിപ്പോൾ നമ്മൾ ആ 2 ബൗൾ അരിക്ക് ഞാൻ 1 ബൗൾ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 2 സ്പൂൺ ചോറ്, 1/4 ഗ്ലാസ് പാല്, സാധാരണ പശുവിൻ പാല്, പഞ്ചസാര 1 സ്പൂണ്, അല്പം ഈസ്റ്റ്, ആവശ്യത്തിന് ചേർക്കാനുള്ള വെള്ളം, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്ര സാധനങ്ങൾ മതി നല്ല പാലപ്പം ഉണ്ടാക്കാനായിട്ട്. ഇനി ഈ കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്ന ഈ അരിയെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ അരി അരച്ച് കഴിഞ്ഞതാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ അരിക്ക് നന്നായിട്ട് അരയണം. പാലപ്പത്തിനാകുമ്പോഴത്തേക്ക് തരി ഇല്ലാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ 2 സ്പൂൺ ചോറ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ 1/4 ഗ്ലാസ് പാല് ചേർക്കാം. പാല് ചേർത്തതിന് ശേഷമേ വെള്ളം ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ നമുക്കതിൻ്റെ അളവ് മനസ്സിലാക്കാൻ പറ്റില്ല ചിലപ്പം. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഈ ഈസ്റ്റ് വളരെ ചെറിയ തരികളായിട്ടുള്ള ഈസ്റ്റാണ്. അതെല്ലാം വലിയ തരികളാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷം വേണം ഇടാൻ. ഇതിലിപ്പോൾ വളരെ ചെറിയ തരി ആയതുകൊണ്ട് ഇത് കലക്കേണ്ട കാര്യമില്ല, ഇതിൽ തന്നെ ഇട്ട് അരച്ചാൽ മതി. 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഈ തേങ്ങയും ചോറും കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് നെകക്ക് മേളിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാൻ. കാരണം ചോറ് ഇടുമ്പോഴത്തേക്കും കുറച്ചധികം വെള്ളം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളൂ. ഈ അരച്ചത് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാലപ്പത്തിനാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളം നീട്ടി വേണം എടുക്കാനായിട്ട്. തീരെ കുറുകിയിരുന്നാൽ നമ്മൾ പാലപ്പത്തിൽ ചട്ടിലൊഴിച്ച് ചുറ്റിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടത്തില്ല. അപ്പം കുറച്ച് വെള്ളത്തോടു കൂടി വേണം, ഈ ഒരു പരുവത്തിൽ വേണം ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ഇപ്പം ഞാനിതിൽ ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല. ഞാൻ എന്ത് മാവ് അരച്ച് വെച്ചാലും ഞാൻ ചുടുന്നതിന് മുൻപായിട്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാറ്. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് തന്നെ പുളിച്ച് പോകും മാവ്. അതുപോലെ ഇതിപ്പം ഞാനിപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞാണ് ചുടാൻ പോകുന്നത്. കറക്റ്റ് എത്ര സമയം ഇരിക്കണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഈസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് ചിലപ്പം പെട്ടെന്ന് പുളിച്ച് പോകാറുണ്ട് ചിലത്. അത് ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചിരിക്കും. ഇപ്പോൾ തണുപ്പൊക്കെ ഉള്ളിടത്താണെന്നുണ്ടെങ്കിൽ അത് 8 എന്നുള്ളത് ചിലപ്പം 10-12 മണിക്കൂറൊക്കെ ആകുമ്പോഴായിരിക്കും മാവ് പുളിക്കുന്നത്. ഇപ്പോൾ ഈ ബാറ്റർ ഇനി മാറ്റി വെക്കാം. നമുക്ക് 8 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് ചുടാനെടുക്കാം. ഇപ്പോൾ പാലപ്പത്തിനുള്ള ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ട് 8 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതെങ്ങനെയായിട്ടുണ്ടോ നോക്കാം. നമുക്ക് നല്ല പുളിച്ച് നിൽക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇപ്പം ചേർത്ത് കൊടുക്കാം. ഞാൻ അരച്ച് വെച്ചപ്പോൾ ഉപ്പ് ചേർക്കാതാണ് അരച്ച് വെക്കുന്നത്. ഇപ്പം ചുടുന്നതിന് മുൻപായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ചുടാനുള്ള പാലപ്പച്ചട്ടി ചൂടാക്കിയെടുക്കാം. ഇപ്പം തന്നെ ചട്ടി ചൂടായി കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് 1 തവി മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിക്കുമ്പോഴത്തേക്ക് തീ കുറച്ചിട്ടിട്ട് വേണം മാവ് ഒഴിക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നടുഭാഗം വേകാതെ തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിനെ ചുറ്റിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി എടുക്കാം. ഇപ്പോൾ വളരെ സോഫ്റ്റ് ആയതും ടേസ്റ്റിയുമായ പാലപ്പം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങളും വീടുകളിൽ ഇതേ റെസിപ്പി ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റുകളായിട്ട് എഴുതി അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യണം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം അതിനോട് ചേർന്ന് കാണുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം. താങ്ക്